കേരളത്തിന്റെ വിശ്വപ്രസിദ്ധ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം നടത്തും. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 17-ന് കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഗീതത്തെയും ഭക്തിയെയും പ്രണയിച്ച ചെമ്പൈ വിദ്യാനാഥ ഭാഗവതർക്കുള്ള ആദരമാണ് ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 14-ാം വയസ്സു മുതൽ ഗുരുവായൂരിൽ സംഗീതാർച്ചന നടത്തിയ സംഗീതജ്ഞനാണ് ചെമ്പൈ ഭാഗവതർ. ഭാഗവതരുടെ മരണത്തിന് ശേഷം സംഗീതോത്സവം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 17-ന് കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ചെമ്പൈ സ്മരണാർത്ഥം പോസ്റ്റൽ വകുപ്പ് ഇറക്കിയ സ്റ്റാമ്പിന്റെയും തപാൽ കവറിന്റെയും പ്രകാശനം MP.K. രാധാകൃഷ്ണൻ നിർവഹിക്കും. ചെമ്പൈയെ അടുത്തറിയാൻ ഏറെ ഉപകരിക്കുന്ന ചെമ്പൈ സംഗീതവും ജീവിതവും പുസ്തകവും പ്രകാശനം ചെയ്യും. ആദ്യം ഒരു ദിവസം എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ള സംഗീതോത്സവം പിന്നീട് 3 ദിവസമായി, പിന്നീട് 6 ദിവസമായി, 10 ദിവസമായി, ഇന്നിപ്പോഴും 15 ദിവസമാണ് ചെമ്പൈ സംഗീതോത്സവം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗുരുവായൂരിൽ കൊണ്ടാടുന്നത്. ഈ സംഗീതോത്സവത്തിൻ്റെ ഏറ്റവും സവിശേഷത, ഇപ്പം പാശ്ചാത്യ നാടുകളിൽ നമ്മൾ ബീത്തോവൻ സംഗീതോത്സവമുണ്ട്, ഉത്തരേന്ത്യയിൽ താൻസൻ സംഗീതോത്സവമുണ്ട്, നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ തിരുവട്ടാറിൽ ത്യാഗരാജോത്സവമുണ്ട്. ഈ ഉത്സവത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ സമയം, കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള സംഗീതോത്സവമാണ് ചെമ്പൈ സംഗീതോത്സവം. എന്ന് മാത്രമല്ല, അവിടെ വരുന്ന ഒരു കലാകാരനും നമ്മൾ കാശ് കൊടുത്ത് അവരെ എന്ത് ചെയ്യുന്നു, അങ്ങനെ പെയ്ഡല്ല. അവരെല്ലാവരും ചെമ്പൈയോടും അതുപോലെ കർണാടക സംഗീതത്തോടുമുള്ള അവരുടെ ഒരു സമർപ്പണം എന്നുള്ള രീതിയിലാണ് ഗുരുവായൂരിൽ വന്നിട്ട് ഇത് ഗുരുവായൂരപ്പനോടുള്ള അവരുടെ ഒരു ആത്മാർത്ഥമായിരിക്കുന്ന ഒരു ഭയഭക്തി, ബഹുമാനം, അതിന് പുറമെ ചെമ്പൈയോടുള്ള ആദരവ്, ഈ 2 ഘടകങ്ങൾ വളരെ സമഞ്ജസമായിട്ട് സമന്വയിക്കുന്ന ഒരു സംഗീത മേളയാണ്, ഒരു കർണാടക സംഗീത മേളയാണ് ചെമ്പൈ സംഗീതോത്സവം. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 6 കേന്ദ്രങ്ങളിലായാണ് സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നത്. എല്ലായിടത്തും സംഗീതോത്സവം, പ്രഭാഷണം, സംഗീത സെമിനാർ എന്നിവ നടക്കും. സുവർണ ജൂബിലി ആഘോഷ വിജയത്തിനായി ചെമ്പൈയുടെ ശിഷ്യർ, സംഗീത പ്രേമികൾ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ഭരണസമിതി അംഗം OB അരുൺകുമാർ, അഡ്മിനിസ്ട്രേറ്റർ കീഴത്തൂർ മുരുകൻ, ജനറൽ കൺവീനർ ചെമ്പൈ സുരേഷ്, കൺവീനർ വിമൽ G. നാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുഴുവൻ അദ്ദേഹം കഴിച്ചുകൂട്ടിയത് കോട്ടായി ഗ്രാമത്തിലാണ്. ഇപ്പോൾ കോട്ടായി എന്നുള്ള ഇതിലല്ല അറിയപ്പെടുന്നത്, ചെമ്പൈ ഗ്രാമം എന്നുള്ള രീതിയിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഗ്രാമമാണ്. അവിടെ തന്നെയാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നത്, ഈ ഉദ്ഘാടന സദസ്സ് നടത്തുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയനായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവர்களാണ് ഉദ്ഘാടനം. അന്ന് അവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആ വേദിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ചെമ്പൈയുടെ പേരിൽ ഒരു സ്റ്റാമ്പും ഒരു കവറും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്നുണ്ട്. അതും വളരെ സവിശേഷമായിട്ടുള്ളൊരു ഒരു നടപടിയാണ്. കാരണം അത്രയും അപൂർവമായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ തപാൽ വകുപ്പ് ആരുടെയെങ്കിലും പേരിൽ സ്റ്റാമ്പും കവറും ഇറക്കാറുള്ളൂ. അന്നത്തെ ദിവസം ആ സ്റ്റാമ്പും കവറും അവിടെ എന്തുണ്ടാവും, ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ പ്രകാശനവും നിർവഹിക്കും. അന്ന് നമ്മുടെ മുഖ്യാതിഥിയായിട്ട് അവിടെ പങ്കെടുക്കുന്നത് നമ്മുടെ ആലത്തൂരിൻ്റെ MD ആയിട്ടുള്ള ശ്രീ K. രാധാകൃഷ്ണൻ അവர்களാണ്. അദ്ദേഹമാണ് ഈ തപാൽ സ്റ്റാമ്പ് അതുപോലെ ഈ കവറും എന്ത് ചെയ്യുന്നത്, പ്രകാശിപ്പിക്കുന്നത്. ചേട്ടൊരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.